ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Good morning, one and all. Even though we got literal freedom, the condition of untouchable is very pathetic. Today, we are discussing about such a poem, What Would You Do by OMPRAKASH VALMIKI. Here is a brief intro about our poet. OMPRAKASH VALMIKI, 1952-2013. Indian author and poet OMPRAKASH VALMIKI is credited with establishing Dalit literature in Hindi. He was born in Uttar Pradesh village of Berla, which is a part of Muzaffarnagar district. He was born into a Chura community of Uttar Pradesh, which was untouchable. Serving the upper class Tyagi Brahmins is ordained duty of members of Chura community. He is well-known Indian poet and writer. മോസ്റ്റായിട്ട് അറിയപ്പെട്ടിരുന്നത് ഹിന്ദി സാഹിത്യത്തിലാണ്. ഉത്തർപ്രദേശിലെ മുസഫർനഗർ ജില്ലയിലെ ബർല വില്ലേജിൽ ചൂര കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചൂര കമ്മ്യൂണിറ്റി അൺടച്ചബിൾ ആണ്, അതായത് സമൂഹത്തിൽ നിന്നും സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ചൂര കമ്മ്യൂണിറ്റി. ഉയർന്ന ജാതിയിൽപ്പെട്ട ത്യാഗി കമ്മ്യൂണിറ്റിയെ സേവിക്കുക എന്നതായിരുന്നു ചൂര കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ മേൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. The Choras were compelled to live outside the upper caste residence village because they were viewed as being polluted. Near all of his writings touch on the sufferings he endures as a result of social discrimination and inhumane exploitation related to his Dalit identity. He lived in Dehradun following his retirement from the government ordnance factory, where he passed away in 2013 from complication related to a stomach cancer. അപ്പർ കാസ്റ്റ് നിലകൊള്ളുന്ന ഗ്രാമത്തിൽ പുറത്ത് ജീവിക്കാനാണ് ചൂര കമ്മ്യൂണിറ്റിയിലുള്ളവർ നിർബന്ധിതരായിട്ടുണ്ടായിരുന്നത്. കാരണം താഴ്ന്ന ജാതിയായി അല്ലെങ്കിൽ അവരെ മലിനീകരിക്കപ്പെട്ടവരായിട്ടാണ് ചൂര കമ്മ്യൂണിറ്റിയെ കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അവരുടെ അനുഭവങ്ങളായ സാമൂഹിക വിവേചനവും മനുഷ്യത്വരഹിതമായ ചൂഷണത്തിൻ്റെയും വേദന നിഴലിച്ച് കണ്ടിരുന്നു. അത്തരം അവരുടെ ബുദ്ധിമുട്ടുകൾ ചൂര കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അപ്പർ കാസ്റ്റിൽ നിന്നും അനുഭവിച്ചിരുന്ന ഒരുപാട് വേദനകളുടെ കഥ അതുപോലെ അതിനത്രത്തോളം നിഴലിച്ച് കണ്ടിരുന്ന രചനകളാണ് അധികമായിട്ടും ഓംപ്രകാശ് വാൽമീകി എഴുത്തുകളുള്ളത്. He is well known for his autobiography Judan in 1997, which is regarded as a landmark in Dalit literature because it describes the internal and external pressures that the Dalit faces at every stage of his life. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെയാണ്. ജൂതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അത് 1997 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. which is regarded as a landmark in Dalit literature. ദളിതരുടെ അദ്ദേഹം ഒരു ദളിതനായി ജനിച്ചതുകൊണ്ട് തന്നെ അവരുടെ അത്രയും എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി ഡേയിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിലും അവർ അനുഭവിച്ചിരുന്ന സമ്മർദ്ദങ്ങളുടെ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ഡീപ്പായിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് വിച്ച് ഈസ് കൺസിഡർഡ് ആസ് എ മൈൽ സ്റ്റോൺ ഇൻ ദളിത് ലിറ്ററേച്ചർ. ആ ഒരു ജൂതൻ എന്ന് പറയുന്ന പുസ്തകത്തിനെ മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റും. ആൻഡ് ഹിസ് other notable poetry collections include Sadyon Ka Sintab in 1989, Bas Bahut Ho Chuka in 1997 and Ab Aur Nahi 2009. His short story collections include Salam in 2000 and Guzpediye in 2004, and his critical work on a aesthetic of Dalit literature is a Dalit Sahitika Saundarya Shastra in 2001. Safai Devada in 2009 is a history of Valmiki community. He wrote the play Do Chera as well. ഇത്രയും കളക്ഷൻസ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ദ ഡീഹ്യൂമനൈസിംഗ് ലോസ് ദാറ്റ് ദ അപ്പർ കാസ്റ്റ് ഇമ്പോസസ് ഓൺ ദളിറ്റ്സ് ആർ ദി സബ്ജക്റ്റ് ഓഫ് ഓം പ്രകാശ് വാൽമീകി's poem വാട്ട് വുഡ് യു ഡു, which was translated from Hindi into English by Pradeep Kanjilal. He rebels against a long-standing injustice Dalit faces in society by asking the self-described descendants of the god Brahmins to live a life as a Dalit. ഈ ഒരു പോയത്തിൽ അപ്പർ കാസ്റ്റിൽ നിന്നും ഒരു ദളിത് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത്. വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്ന പോയത്തിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ആൻഡ് ഈ ഒരു പോയം ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രദീപ് കഞ്ചിലാൽ എന്ന് പറയുന്ന ആളാണ്. ദെൻ ഈ ഒരു പോയത്തിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസെൻഡൻസ് ഓഫ് ദി ഗോഡ്സ്, ബ്രാഹ്മിൻസിനോട് നിങ്ങളൊരു ദളിതനായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നത്. The poem What Would You Do illustrates the suffering, affliction, poverty, insecurity and humiliation of the untouchables. It criticizes the upper caste dehumanizing laws that are imposed on Dalits. The poet rebels against a long-standing injustice Dalit deal with in our society. ഈ ഒരു പോയത്തിൽ വാട്ട് വുഡ് യു ഡു ഡെപ്പിക്സ് ദ പെയിൻ, ഹേർട്ട്, പോവർട്ടി ആൻഡ് ഹ്യൂമിലിയേഷൻ ഓഫ് ദി അൺടച്ചബിൾസ്. അൺടച്ചബിൾസിൻ്റെ അഥവാ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ, അന്ന് അവർ ജീവിച്ച് തീർത്ത ഓരോ കേസസിലും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും തുറന്ന് കാണിക്കുന്ന, അവരുടെ എല്ലാ കഷ്ടപ്പാടുകളെയും തുറന്ന് കാണിച്ച് അത് എന്ത് ചെയ്യാണ്, 9 rhetorical questions in the poem. ഈ ഒരു പോയത്തിൽ ഒരു 9 rhetorical questions വരുന്നുണ്ട്. അപ്പർ കാസ്റ്റിനോട് നിങ്ങളിങ്ങനെയെല്ലാം ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒരു പോയം പോകുന്നത്. ഈ ഒരു പോയത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, റിഫ്രൈൻ യൂസ് ചെയ്തിട്ടുണ്ട്, വാട്ട് വുഡ് യു ഡു. ഇത് ഓരോ പാരഗ്രാഫിലും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദളിതിനോട് ചെയ്തു കൂട്ടിയ അനീതിക്കെതിരെയുള്ള ഒരു സാഹിത്യം കൊണ്ട് പോരാടുന്ന രീതിയിലാണ് ഓം പ്രകാശ് വാൽമീകി ഈ ഒരു കവിത മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഡു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് പോയം വാട്ട് വുഡ് യു ഡു ബൈ ഓം പ്രകാശ് വാൽമീകി. If you are thrown out of your village, cannot draw water from the well, are abused in the screaming, echoing afternoon, told to break stones in place of real work, are you given livings to eat, what would you do? ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്താണ് ചോദിക്കുന്നത്. ഇഫ് യു ആർ ത്രോൺ ഔട്ട് ഓഫ് അവർ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും നിങ്ങളെ ബഹിഷ്കരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടാൽ, കനോട്ട് ഡ്രോ വാട്ടർ ഫ്രം ദി വെൽ, എന്താണ്, നിങ്ങൾക്ക് കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ എങ്ങനെ, ആർ അബ്യൂസ്ഡ് ഇൻ ദ സ്ക്രീമിങ് എക്കോയിങ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വെള്ളം എടുക്കുന്ന സമയം എന്താണ്, ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയാൽ, ടോൾ ടു ബ്രേക്ക് സ്റ്റോൺസ്, നിങ്ങളോട് എന്ത് ചെയ്യാണ്, ഇൻ പ്ലേസ് ഓഫ് റിയൽ വർക്ക്, ഒരു റിയൽ വർക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങളോട് കല്ല് പൊട്ടിക്കുക പോലത്തെ ഭാരിച്ച ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, ആർ ഗിവൺ ലീവിങ്സ് ടു ഈറ്റ്, എന്താണ്, മറ്റുള്ളവർ കഴിച്ചതിൻ്റെ അവശിഷ്ടമായ ബാക്കി വന്ന ഭക്ഷണം നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക. അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇഫ് യു ആർ ടോൾഡ് ടു ഡ്രാഗ് എവേ അനിമൽ കാക്കേസസ് ആൻഡ് ക്യാരി എവേ ദ ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി ഗിവൺ ഹാൻഡ് മീ ഡൗൺസ് ടു വിയർ, വാട്ട് വുഡ് യു ഡു. എന്താണ് ചോദിക്കുന്നത്, ഇഫ് യു ആർ ടോൾഡ് ടു ഡ്രാഗ് എവേ അനിമൽ കാക്കേസസ്, നിങ്ങളോട് ചത്തുപോയ അനിമൽസിൻ്റെ ജഡങ്ങൾ ക്യാരി ചെയ്യാനും സംസ്കരിക്കുന്നതിനുമൊക്കെയുള്ള ജോലി നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെ, അനിമൽ കാർക്കേസസ് എന്ന് പറഞ്ഞാൽ ചത്തുപോയിട്ടുള്ള അതിൻ്റെ ജഡങ്ങൾ, ക്യാരി എവേ ദ ഫിൽത്ത് ഓഫ് ദി ഹോൾ ഫാമിലി ഗിവൺ ഹാൻഡ് മീ ഡൗൺസ് ടു വിയർ, എന്താണ്, അതുപോലെ മറ്റുള്ളവർ ധരിച്ച് പഴകിയ മുഷിഞ്ഞ് ഒന്നിനും പറ്റാത്ത അത്രയും മുഷിഞ്ഞ ഒരു വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാൻ ആ വസ്ത്രങ്ങളാണ് തരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, അങ്ങനെ ഒരു അവസരത്തിലൂടെ നിങ്ങൾ കടന്നു പോയാൽ, വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക. തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്, ഇഫ് യു ആർ കെപ്റ്റ് ഫാർ ഫ്രം ബുക്സ്, far from the threshold of the temple of learning,
If you are hung up like Jesus on a blackened wall in the light of an oil lamp, what would you do? ഇഫ് യു ആർ കെപ്റ്റ് ഫാർ ഫ്രം ദി ബുക്സ്, അല്ലേ, നിങ്ങളെ ബുക്കിൽ നിന്നും ഒരുപാട് അകറ്റി നിർത്തിയാൽ, അഥവാ നിങ്ങൾ വിദ്യാഭ്യാസം നേടേണ്ട, നിങ്ങൾ വായനയുടെയും പഠിക്കുന്നതിൻ്റെയും ലോകത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടാൽ, ഫാർ ഫ്രം ദി ത്രെഷോൾഡ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ലേണിംഗ്, അതായത് നിങ്ങളെന്താണ്, പഠിക്കേണ്ടവരല്ല, നിങ്ങൾക്കതിന് അർഹതയില്ല, അൺടച്ചബിൾ ആയിട്ടുള്ളവരാണ് എന്നെല്ലാം പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ, എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ടവരല്ല, നിങ്ങൾ പഠിക്കാൻ അർഹതയുള്ളവരല്ല, നിങ്ങൾ അൺടച്ചബിൾസ് ആണ്, താഴ്ന്നവരാണ്, ഞങ്ങൾക്ക് താഴെ നിൽക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ, ടെമ്പിൾ ഓഫ് ലേണിംഗിലെ അറിവിൻ്റെ ടെമ്പിളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടാൽ എന്താണ്, on the if you are hung up like a Jesus on a blackened wall in the light of an oil lamp, എന്താണ്, ജീസസിനെ പോലെ ബ്ലാക്ക് വാളിൽ നിങ്ങളെ തൂക്കിലേറ്റി കഴിഞ്ഞാൽ, അഥവാ നിങ്ങളെ ഒരു ഇരുണ്ട നിഗൂഢതയിലേക്ക് മാറ്റിവിടുക, എങ്ങനെ, പഠിത്തം, ഒരു വിദ്യാഭ്യാസ സമ്പന്നരാവാനൊന്നും നിങ്ങൾക്കൊരു അവകാശം ഒന്നും തരാതെ, ഒന്നിനും ഒരു അവകാശം തരാതെ, പഠനം ഒരു ബേസിക് ആയിട്ടൊരു നീഡാണല്ലേ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ നിങ്ങളെ അടിച്ചമർത്തി മാറ്റി നിർത്തപ്പെട്ടാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. If you have to live in a hut of mud and straw which can be flattened by a breath or swept away in a night of rain, if you are told to sleep in a knee deep water, what would you do? അടുത്ത സ്റ്റാൻസയിൽ ഇങ്ങനെ ചോദിക്കുന്നതാണ്, നിങ്ങൾ ജീവിക്കുന്നത് വൈക്കോലും മണ്ണും കൊണ്ടുള്ള വീട്ടിലാണെങ്കിൽ, അല്ലേ, ഇൻ എ ഹട്ട് ഓഫ് മഡ് ആൻഡ് സ്ട്രോ വിച്ച് ക്യാൻ ബി ഫ്ലാറ്റൻഡ് ബൈ എ ബ്രീത്ത്, ഒരു ശക്തമായ കാറ്റ് വീശിയാൽ അതിങ്ങനെ തകർന്നു പോകും, എന്താണ്, നിലം പരിശമാവും, അല്ലേ, ദെൻ ഓർ സ്വെപ്റ്റ് എവേ ഇൻ എ നൈറ്റ് ഓഫ് എ റൈൻ, ഒരു ശക്തമായ കാറ്റ് വീശിയാൽ തകർന്ന് വീഴുന്ന വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോരിച്ചെരിയുന്ന മഴ പെയ്താൽ നശിച്ചു പോകുന്ന ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഒരു കുടിലിലാണ് നിങ്ങളെങ്കിൽ, ഇഫ് യു ആർ ടോൾ ടു സ്ലീപ്പ്, അതിലാണ് നിങ്ങളോട് ഉറങ്ങാൻ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇഫ് യു ആർ ടോൾ ടു സ്ലീപ്പ് ഇൻ എ നീ ഡീപ്പ് വാട്ടർ, മുട്ടറ്റം വെള്ളം നിറഞ്ഞെടുത്ത് നിങ്ങളോട് ഉറങ്ങാൻ പറഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? ഒന്നുമില്ലാതെ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് ആ ഒരു ഒന്നുമില്ലാത്തിടത്ത്, അല്ലേ, ഒരു പായ പോലും ഇല്ലാതെ അത്ര മണ്ണിൽ അങ്ങോട്ട് അലിഞ്ഞു കിടന്ന് മണ്ണിൽ തന്നെ കിടക്കുക, അതുപോലെ തന്നെ എന്താണ്, ഭയങ്കര കാറ്റും മഴയൊക്കെ വന്ന് നശിച്ചു പോകുന്ന തരത്തിൽ അത്രക്കും താഴ്ന്ന ഒരു കുടിലിലാണ് നിങ്ങൾ ജീവിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ കാസ്റ്റിൽ നിന്നും ലോവർ കാസ്റ്റിന് അവിടെ നിന്ന് കിട്ടിയിരുന്ന ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ള രീതിയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, അപ്പർ കാസ്റ്റിനോട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. If you have to swim against the current to open the doors of pain and do battle with hunger, send your newly wed woman to the landlord's mansion on the first night, what would you do? ഇഫ് യു ഹാവ് ടു സ്വിം എഗെയിൻസ്റ്റ് ദ കറണ്ട്, നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തുകയാണെങ്കിൽ, അല്ലേ, ബുദ്ധിമുട്ടുകൾക്കെതിരെ എന്താണ്, നിങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ, എന്താണ്, വേദനയുടെയും വിഷമങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് നടക്കുന്നത്, വെറും വേദനയുടെയും വിഷമങ്ങളുടെയും ഡോറുകൾ മാത്രമാണ് നിങ്ങൾക്ക് തുറന്ന് കിടക്കുന്നത്, അല്ലേ. ആൻഡ് ഡു ബാറ്റിൽ വിത്ത് ഹങ്കർ, നിങ്ങൾ വിശപ്പിനോട് നിങ്ങൾ പോരാടുകയാണെങ്കിൽ, സെൻഡ് യുവർ ന്യൂലി വെഡ് വുമൻ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എന്താണ്, വേദനയുടെ വാതിലുകൾ മാത്രം തുറന്നു കിടക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ എന്താണ്, വിശപ്പിനോട് മല്ലടിച്ചിട്ടാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലും എന്താണ്, നിങ്ങളുടെ പുതുതായിട്ട് കല്യാണം കഴിച്ച് വന്ന പെണ്ണിനെ, അല്ലെങ്കിൽ അവളെ എന്താണ്, സെൻഡ് യുവർ ന്യൂലി വെഡ് വുമൻ ടു ദി ലാൻഡ് ലോഡ്സ് മാൻഷൻ ഓൺ ദി ഫസ്റ്റ് നൈറ്റ്, എന്താണ്, ആദ്യ രാത്രിയിൽ തന്നെ എന്ത് ചെയ്യാണ്, ഭൂമിയുടെ ഉടമയായിട്ട് ചമഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ആ ഭൂമി ഉടമയുടെയൊക്കെ മാളികയിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. If you are denied in your own land, made slave labor, stripped of your rights, your civilization burned away, the pages of your glorious history torn to shreds and thrown away, what would you do?
എന്താണ് ചോദിക്കുന്നത്? ഇഫ് യു ആർ ഡിനൈഡ് ഇൻ യുവർ ഓൺ ലാൻഡ്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ നിങ്ങൾ നഷ്ടപ്പെടുക. എന്താണ്? നിങ്ങളുടെ സ്വന്തമായിരുന്ന ഭൂമിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. മെയ്ഡ് എ സ്ലേവ് ലേബർ, എന്താണ്? നിങ്ങളുടെ ആ ഒരു സ്വന്തമായ ഭൂമിയെ നഷ്ടപ്പെടുകയും ചെയ്യുക. ആ ഒരു ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? അടിമപ്പണി എടുക്കേണ്ടി വരിക, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് നിഷേധിച്ച് നിങ്ങൾ അവിടെ തന്നെ അടിമപ്പണി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, സ്ട്രിപ്പ്ഡ് ഓഫ് യുവർ റൈറ്റ്സ്, യുവർ സിവിലൈസേഷൻ ബേൺഡ് അവേ, എന്താണ്? നിങ്ങളുടെ സംസ്കാരം, നാഗരികത അവർ കരിച്ചു കളഞ്ഞാൽ അല്ലെങ്കിൽ അവരില്ലാതാക്കി കഴിഞ്ഞാൽ, ദ പേജസ് ഓഫ് യുവർ ഗ്ലോറിയസ് ഹിസ്റ്ററി ടോൺ ടു ഷ്രെഡ്സ്, എന്താണ്? നിങ്ങളുടെ ഗ്ലോറിയസ് ഹിസ്റ്ററി പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ, ത്രോൺ അവേ, അവർ ട്രോൺ ടു ഷെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച് ചീന്തി, ഒന്നും ഇല്ലാതാക്കിയിട്ട് എന്താണ്? ആൻഡ് ത്രോൺ അവേ, അത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? ഇഫ് യു cannot vote for our beaten in the name of democracy, and at every step reminded of how insignificant your rise is. If your life stinks, if your hands are raw, and yet they tell you dig canals, dig drains, what would you do? ഇഫ് യു കനോട്ട് വോട്ട് ആർ ബീറ്റൻ ബ്ലഡി, എന്താണ്? നിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കുക. എന്താണ്? നിങ്ങളുടെ അവകാശമാണല്ലോ, ഒരു മനുഷ്യൻ്റെ അവകാശമാണ് വോട്ടവകാശം. അത് നിഷേധിച്ച് കഴിഞ്ഞാൽ, ബീറ്റ് ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി, ഡെമോക്രസിയുടെ പേരിൽ, ജനാധിപത്യത്തിൻ്റെ പേരിൽ നിങ്ങളെ ചവിട്ടി താഴ്ത്തപ്പെട്ടാൽ, ആൻഡ് അറ്റ് എവറി സ്റ്റെപ്പ് റിമൈൻഡഡ് ഓഫ് ഹൗ ഇൻസിഗ്നിഫിക്കൻറ്റ് യുവർ റൈസീസ്, ആ ഒരു നിമിഷത്തിൽ അല്ല ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിപ്പോവും, നിങ്ങളുടെ റേസ് അല്ലെങ്കിൽ വർഗം എത്രത്തോളം താഴ്ത്തപ്പെട്ടവരാണെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു നിമിഷം വരും. അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് ധരിച്ചു പോകുന്ന ഒരു സമയം വരും. ഇഫ് യുവർ ലൈഫ് സ്റ്റിങ്സ്, നിങ്ങളുടെ ജീവിതം എന്താണ്? നിങ്ങളുടെ ജീവിതം, ഇഫ് യുവർ ഹാൻഡ്സ് ആർ റോ, നിങ്ങളുടെ കൈകളെല്ലാം നാറുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, ആൻഡ് യെറ്റ്, എന്നിരുന്നാലും എന്ത് പറയാണ്? ദേ ടെൽ യു, നിങ്ങളോട് പറയാണ് ഡിഗ് കനാൽസ് കുഴിക്കാനും, ഡിഗ് ഡ്രൈൻസ്, ഓവുചാലുകൾ ക്ലീൻ ചെയ്യാനും ഒക്കെ പറയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? If you are insulted in public, your property is snatched away in the name of religion, you are woman told to become devadasis and made prostitutes, what would you do? എന്താണ്? ഇഫ് യു ആർ ഇൻസൾട്ടഡ് ഇൻ പബ്ലിക്കിലെ, പരസ്യമായിട്ട് പബ്ലിക്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ, യുവർ പ്രോപ്പർട്ടി ഈസ് സ്നാച്ച്ഡ് എവേ, എന്താണ്? നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്വന്തം അവകാശപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാണ്? തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ, സ്നാച്ച്ഡ് എവേലെ തട്ടിക്കൊണ്ടുപോയാൽ, ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ, എന്ത്? റിലീജിയൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുക. നിങ്ങൾ മറ്റുള്ളവരെ പബ്ലിക്കിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുക? ഇൻസൾട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രോപ്പർട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു. അതുകൂടാതെ യു ആർ വുമൻ ടോൾഡ് ടു ബിക്കം ദേവദാസീസ് ആൻഡ് മെയ്ഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള പെൺമക്കളെ എന്താണ്? ദേവദാസീസും പിന്നീട് പ്രോസ്റ്റിറ്റ്യൂട്ടുകളുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇവിടെ ദേവദാസീസ് എന്താണെന്ന് പറഞ്ഞാൽ പണമൊന്നും ഇല്ലാത്തൊരു സമയമല്ലേ, പോവർട്ടി ഉള്ളതൊക്കെ ഉള്ള ഒരവസ്ഥയിലാണ് അന്ന് അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഇല്ലാത്തൊരവസ്ഥയിൽ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ എന്താണ്? ദേവദാസീസ് ആക്കും. ഈ ദേവദാസീസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ അപ്പർ കാസ്റ്റിലുള്ളവർ നിർബന്ധിച്ച് ദേവദാസീസ് ആക്കുന്ന കേസസും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു 10-14 വയസ്സൊക്കെ പ്രായത്തിനുള്ള പെൺകുട്ടികൾ എന്താണ്? അമ്പലങ്ങളിലൊക്കെ ഭിക്ഷ യാചിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാക്കി മാറ്റാതെ അവിടെ അവർ ദേവദാസികളും അവിടെ പണിയെടുക്കുന്ന ഒരാളുകളായിട്ടൊക്കെ മാറ്റുന്ന രീതി. പിന്നീട് ഈ ഒരു അവിടെ ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാലും പിന്നീട് എന്ത് ചെയ്യാണ്? ഈ അപ്പർ കാസ്റ്റിലുള്ളവരൊക്കെ എന്താണ്? ലാൻഡ് ഉടമകളൊക്കെ അവരെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് മിസ്യൂസ് ചെയ്ത് അവസാനം അവരെന്താണ്? താനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് അവരെ ജീവിതം അങ്ങനെ ഒന്നിനും ഒരു കൊള്ളാത്ത രീതിയിലേക്ക് അവരെന്നെ എന്താണ്? ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതിലൊക്കെ ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരൊക്കെ എന്താണ്? കമ്പല് ചെയ്തിട്ട് പിടിച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അനുഭവിക്കേണ്ടി അവിടെ അവരുടെ പെൺമക്കളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് അപ്പർ കാസ്റ്റിനോട് ചോദിക്കുകയാണ്. Your fair complexion would you burn black, your eyes would be dry,
dry dead. You could not write on paper Satyam Shivam Sundaram, descendant of the gods. You would be lame, a cripple, if you had to live this for ages like me. What would you do? എന്താണ് ചോദിക്കുന്നത്? യുവർ ഫെയർ കോംപ്ലക്ഷൻ, നിങ്ങളുടെ നിറം ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ, ഡാർക്ക് ആയി കഴിഞ്ഞാൽ, യുവർ ഫെയർ കോംപ്ലക്ഷൻ വുഡ് ബി ബേൺഡ് ബ്ലാക്ക് അല്ലേ? എന്താണ്? നിങ്ങളുടെ നിറം ഡാർക്കായി കഴിഞ്ഞാൽ. യുവർ ഐസ് വുഡ് ബി ഡ്രൈ ആൻഡ് ഡെഡ്, നിങ്ങളുടെ കണ്ണുകൾ ഡ്രൈ ആൻഡ് ഡെഡ് ആയി കഴിഞ്ഞാൽ. യു കുഡ് നോട്ട് റൈറ്റ് ഓൺ പേപ്പർ, നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയാത്തൊരവസ്ഥ വരിക. അപ്പർ കാസ്റ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എഴുതാൻ കഴിയാത്തൊരവസ്ഥ വരിക. എന്താ? സത്യം ശിവം സുന്ദരം അല്ലേ? സത്യം ശിവം സുന്ദരം എന്ന് എഴുതാൻ കഴിയാത്തൊരു വാക്ക് ഇവിടെ. ഡിസെൻഡൻസ് ഓഫ് ദി ഗോഡ്സ്, യു വുഡ് ബി ലൈം, എ ക്രിപ്പിൾ, എന്താണ്? മുടന്തനായി കാലങ്ങളോളം എന്നെ പോലെ ഇഴയേണ്ടി വന്നാൽ നിങ്ങളെല്ലാം എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിസെൻഡൻസ് ഓഫ് ഗോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രാഹ്മിൻസിനെയാണ്, ഉയർന്ന അപ്പർ കാസ്റ്റിനെയാണ് ഇതാക്കുന്നത്. അവരുടെ വാക്കാണ് സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വാക്ക് എഴുതാൻ കഴിയാത്തൊരവസ്ഥ വരിക, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരായി ജീവിക്കേണ്ടി വന്നാൽ എന്നുള്ളതാണ് അവരോട് നേരിട്ട് ചോദിക്കുന്നത്. സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരായി ജീവിക്കേണ്ടി വന്നാൽ അപ്പർ കാസ്റ്റിലുള്ളവരെന്താണ്, ഇവർ ഈ ഒരു ദളിതിനെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥ വരികയാണ്. കാലങ്ങളോളം ദളിതിൻ്റെ ഒരു അവസ്ഥ എടുത്തു കാണിക്കുന്ന വരിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. വുഡ് ബി ലൈം, എ ക്രിപ്പിൾ, ഇഫ് യു ഹാഡ് ടു ലീവ് ദസ് ഫോർ ജസ്റ്റ് ലൈക്ക് മീ എന്ന് പറയണം. മുടന്തനായി കാലങ്ങളോളം എന്നെ പോലെ ഇഴയേണ്ടി വന്നാൽ നിങ്ങളെല്ലാം എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇത്രത്തോളം താഴ്ന്ന് മറ്റുള്ളവർക്ക് അടിമകളായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെന്താണ് അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവർ ജന്മന അങ്ങനെയല്ലല്ലേ, ഒരു മനുഷ്യരും അങ്ങനെയല്ല. പക്ഷേ ഈ അപ്പർ കാസ്റ്റിലുള്ളവരെന്താണ് അങ്ങനെ വെച്ച് അവരെ അത്രത്തോളം കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ പോവേണ്ടി വന്നാൽ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇപ്പോൾ അപ്പർ ക്ലാസ്സിനെതിരെയുള്ള ഒരു വിപ്ലവം അല്ലേ, അവർ ചെയ്തിരുന്ന അനീതിയെ എന്താണ് സാഹിത്യത്തിൻ്റെ വരികളിലൂടെ എന്താണ് റീഡേഴ്സിലൂടെ എന്ത് ചെയ്യാണ്, അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്. ദളിതരുടെ അങ്ങേ അറ്റത്തുള്ള ബുദ്ധിമുട്ടിനെ ഇത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ടില്ലേ, അത്രത്തോളം അവരെ അടിച്ചമർത്തി അവരൊന്നുമല്ലാതെ സമൂഹത്തിൽ അവർക്കൊരു വിലയുമില്ലാതെ എന്താണ് ഒരു ഇൻഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുക, അത്രത്തോളം അവരെന്താണ് ചൂഷണം ചെയ്തിരുന്നു. ആ ഒരു അവസ്ഥയെ എന്താണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ് ചെയ്യുക, നിങ്ങളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി നിങ്ങൾക്കില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് ആണ് ഈ ഒരു പോയത്തിൽ കാണുന്നത്. ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറയാനുള്ളത്. ഈ ഒരു പോയത്തിൻ്റെ അനാലിസിസിലായിട്ട് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു വേർഡ്സിലൂടെ ഗോ ത്രൂ ചെയ്യുക. ദെൻ ദിസ് ആൾ അബൌട്ട് ദിസ് പോയം ആൻഡ് റീഡ് ഇറ്റ് വെൽ. താങ്ക് യു.